ജനാർദ്ദനക്കുറിപ്പാണ്. ഇന്ന് ശ്രീ ഗോരഖ്നാഥ് സിദ്ധൻ്റെ ചന്ദനരേഖ 200 എന്നുള്ള പുസ്തകത്തിലെ വാശിയോഗം എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ വാശിയോഗവും പഞ്ചതത്വവും എന്നുള്ള ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 29 മുതലുള്ള ശ്ലോകങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. അതിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമൃത ഉണർവ് ലഭിക്കുന്ന യോഗമുറയെ വഴികളും പറയാം എന്നാണ് തുടക്കം. ഭക്തിയോടുകൂടി സ്വസ്ഥമായി ഇരുന്ന് ജ്ഞാനത്തെയും ശിവനെയും ധ്യാനിച്ച് അനുഗ്രഹം കിട്ടാനായി നെറുകയിൽ കണ്ണുവച്ചിരിക്കണം. നെറുകയിൽ കണ്ണുവച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ശാംഭവി മുദ്രയിലിരിക്കാം. സാവധാനം വാശിയിൽ എടുത്ത് വാന്ന് പ്രാണനെ എടുത്ത് കുംഭിക്കുക. എന്നിട്ട് നാദത്തിൽ ശ്രദ്ധിക്കണം. ഒരു നാദം വരുന്നതിനെ ശ്രദ്ധിക്കണം. ആദ്യ അന്തമില്ലാത്ത ബിന്ദുവിൽ ഇരുന്ന് ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളെ സാമാന്യമായി പറയാം. ഈശനും അമ്മയും, അതായത് ശിവപാർവതിമാർ, എനിക്ക് പലപ്പോഴേ ഉപദേശിച്ചില്ല. ഒട്ടും മറച്ചുവയ്ക്കാൻ നിങ്ങൾ ഈ വാഴ ഉയർന്ന് പോകാനായി ഒട്ടും കുറയാത്ത വിധം തുണയായി ഈശ്വരൻ കാത്ത് ഇറവാനില ഈശ്വരൻ്റെ നിലയിൽ നേടുന്ന വഴിയെ ചൊല്ലാം. ധർമ്മത്തിൽ ഉറച്ച അന്നദാനങ്ങൾ ചെയ്യണം. ഈ ഭൂമി നന്നായി അനുഭവപ്പെടുന്നതിനായി ശരിയായ മന്ത്രങ്ങളും ബലമുള്ള യന്ത്രവും ഗുരുവിൻ്റെ ഒരെഴുത്തെയും ചിന്തിച്ച് ഉണർന്ന് പരിശ്രമിക്കണം. ഒരെഴുത്ത് ഓം എന്ന ഓങ്കാരമാണ്. ആ ഓങ്കാരത്തിലാണ് ശ്രദ്ധ. അതിനുള്ളിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അതിന് ശരീരത്തിനുള്ളിൽ ഉണർന്നിരിക്കുന്ന മന്ദിരത്തെ ഉപദേശമായി എടുത്ത് ആ മുതൽ ആദ്യ എഴുത്ത് ജീവൻ തന്നെ എന്ന് കരുതി അത് മുതൽ മുക്തിക്ക് വേണ്ടി ചിന്തിച്ചോളാം. ആ എന്നൊരക്ഷരം, അത് ഓം എന്നുള്ള അക്ഷരം, ആ മുതലുള്ള അക്ഷരങ്ങൾ, ഓം എന്നുള്ള അക്ഷരത്തിൽ നഭോമുദ്രയിൽ കണ്ണ് രണ്ടും മുകളിലേക്ക് നിറയിലേക്ക് ആക്കിയിട്ട് ഊർധ ശ്വാസത്തോടു കൂടിയിട്ടിരിക്കാം. അങ്ങനെ അനങ്ങാതിരുന്ന് അതിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് ശിവയ നമ, നമ ശിവയ എന്നല്ല, ശിവയ നമ എന്ന 5 അക്ഷരമുള്ള മന്ത്രത്തെ മനം ചിതറാതെ ഉച്ചരിച്ചു അതിൽ തന്നെ ശ്രദ്ധിച്ചു. അത് മാത്രം ചിന്തിച്ച് അതിനെ ജീവിച്ചു. ശ്വാസം വലിച്ചു കയറ്റി വാശിയിൽ അങ്ങനെ ഉജ്ജായിൽ ശ്വാസത്തിനെ മൂലാധാരത്തിന് വലിച്ച് കയറ്റി നെഞ്ചിൽ പിടിച്ച് ഊർധ്വമായിട്ട് കണ്ണ് രണ്ടും മുകളിലേക്കാക്കിയിട്ട് ഊർധ്വശ്വാസത്തോടു കൂടിയിട്ട് ആ ശിവനെ നോക്കിയിട്ട് ഓം എന്നുള്ള അക്ഷരത്തിൽ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അതാണ് ഈ പറഞ്ഞത്. ജപങ്ങൾ ചെയ്ത് വാശിയേറ്റി ധ്യാനം ചെയ്തോളാം. എല്ലാ ഉലോകങ്ങളെയും നടത്തി കാത്തു സൂക്ഷിക്കുന്ന പരമ്പൊരുളായ ഈശ്വരനെ പോറ്റിപ്പണിത് ധ്യാനിച്ചിടുക. അതിൽ മാത്രം ശ്രദ്ധിച്ചിടുക. ഈ ധ്യാനത്തെ മനം മാറ്റാതെ തുടർച്ചയായി ചെയ്താൽ മനസ്സ് താനെ പക്കുനിലയിൽ വരും. അതോടുകൂടി അനേകം തവണ ചെയ്താൽ ഒരു സ്ഥിരത വരും മനസ്സിന്. അമ്മ പാർവതിയോടുകൂടി പരമനും സാവധാനം സന്തോഷിച്ച് ദർശനം കാഴ്ചയായി തരും. പരമൻ എന്ന് വെച്ചാൽ പരമശിവൻ നടത്തുന്നു. വടക്ക് ദിശ നോക്കി ധ്യാനത്തിലിരുന്ന് വടക്ക് മുഖമായി തൻ്റെ ഉള്ളിലിരിക്കുന്ന മെയ്പ്പൊരുളിനെ കണ്ട് യോഗജ്ഞാന സാധകത്തിൽ മുന്നോട്ട് പോവുക. അതേ ചെയ്യാം. വാശിയിൽ ശ്വാസം വലിച്ച് കയറ്റി കുംഭകം ചെയ്ത് നഭോമുദ്രയിൽ കണ്ണ് രണ്ട് നിറയിലേക്കാക്കി നാവ് ഉള്ളിലേക്ക് ആക്കി ഇങ്ങനെ ഇരിക്കാം. ഖേജരിയിൽ അതാണ് അതിൽ പറഞ്ഞത്. അത് സ്ഥിരമായിട്ട് ചെയ്യും. ആ ഓം എന്നുള്ളതിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ക്രമത്തിൽ മനസ്സ് സ്ഥിരപ്പെടും. മനസ്സ് സ്ഥിരപ്പെട്ടാൽ പല അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളും ശരീരത്തിനകത്ത് നടക്കും. മനസ്സിലും ശരീരത്തിനും സന്തോഷം അനുഭവിക്കാനും ഇടയാവും. ഇതാണ് തട്ടഴിയ നിലയഴിയ എന്നുള്ളതും ഒരെഴുത്ത് എന്നുള്ള 2 ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അത് പുസ്തകം വായിച്ചു നോക്കാം. 126-ാമത്തെ പേജ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. വാശിയോഗം പഞ്ചതത്വവും നടത്തും. ചന്ദനരേഖ 200 എന്നുള്ള ഗോരഖ്നാഥ് സിദ്ധൻ്റെ പുസ്തകത്തിലെ വാശിയോഗത്തെപ്പറ്റി പറഞ്ഞ ഭാഗങ്ങളാണ്. ശരി.